അതിനു മുമ്പ് ഒരാളോടും കൂടെ സമ്മതം ചോദിക്കേണ്ടി വരും. വിക്രമേട്ടനെ ഇങ്ങോട്ട് വരുത്തണോ അതോ നിങ്ങൾ അങ്ങോട്ട് പോവോ? അല്ല, കുറച്ച് ഫർണിച്ചറുകൾ ഇവിടെ ഉള്ളേ. അടിപിടി നടക്കുമ്പോ അത് കേടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. വേണ്ട വേണ്ട, ഇനി ഈ മുറ്റത്തേക്ക് വേഷം കെട്ടും കൊണ്ട് വന്ന എന്റെ വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചു വരുത്തിയ ഭവനിക്ക് നിനക്ക് ആരാണ് അധികാരം തന്നത്? എന്റെ മോളുടെ കാര്യത്തിൽ നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ താലി കെട്ടി കൂടെ കൊണ്ടുപോകണമായിരുന്നു. ഇതിപ്പോ നിന്റെ ഇഷ്ടപ്രകാരം കൊണ്ടു നടന്ന് അവസാനം നിനക്കും നടത്തപ്പോ ചവച്ചു തുപ്പി വേറൊരു തീ കെട്ടി. അതല്ലടാ നീ ചെയ്തത്. അനാവശ്യം പറയരുത്. നാവെടുത്ത് വളച്ച അനാവശ്യം പറയുമ്പോ നിങ്ങൾ സൂക്ഷിക്കണം. മകളാണ്, മറക്കരുത്. താൻ കൂട്ടിക്കൊണ്ടുവന്ന ആ ഗുണ്ടകളുടെ മുമ്പില് അങ്ങനെ പെരുമാറാൻ എനിക്ക് അവൾക്കും ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലേ വിളിച്ച ഇവൻ വിളിപ്പുറത്തെത്തുന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ടാ. മോനെ വിക്രം, എന്റെ മോളോട് നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നോ ഇല്ലേന്ന് എനിക്കറിയില്ല. പക്ഷെ അവൾക്ക് നിന്നെ ജീവനായിരുന്നു എന്ന് എനിക്കറിയാം. നിന്റെ ജീവിതം നീ തീരുമാനിച്ച സ്ഥിതിക്ക് അവളുടെ ജീവിതം കൂടി ഒരു കരയിലെത്താൻ നീ അമ്മയെ സഹായിക്കണം. സഹായിക്കാൻ ഭർത്താവോ ആൺകുട്ടികളോ ഇല്ലാത്ത ഒരു പാവ അമ്മയുടെ അപേക്ഷയാ. എനിക്ക് രാധ ഇഷ്ടമാണ്. പക്ഷേ അതൊരിക്കലും ഒരു പങ്കാളിയോടുള്ള ഇഷ്ടമല്ല. അവളുടെ ജീവിതം ഒരു നല്ല നിലയിൽ എത്തിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം. ഒരു നല്ല പയ്യനുമായിട്ട് അവളുടെ വിവാഹം നടക്കുന്നതുവരെ കാവലായി ഞാനുണ്ടാവും, ഉറപ്പ്. ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അത് മതി. ആ ഇഷ്ടത്തെ ഞാൻ മാറ്റിയെടുത്തോളാം.